ലോകത്തുള്ള എല്ലാ ജനങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരായി എല്ലാവരും പേടിച്ച് വിറക്കുന്ന സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഇസ്തഗാസൂ ബി ആദം, ആദം നബി അലൈഹിസ്സലാമിനോട് സഹായം തേടി നോക്കി ജനങ്ങള്. സഹായം കിട്ടിയില്ല. നൂഹ് നബിന്റെ അടുത്ത് പറഞ്ഞയച്ചു. നൂഹ് നബി മൂസാ നബിന്റെ അടുത്ത് അയച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിന്റെ അടുത്ത് അയച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസാ നബിന്റെ അടുത്ത് അയച്ചു. മൂസാ നബി ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ അയച്ചു. അവസാനം എല്ലാവരും കൂടി ഇലാ ഹളറത്ത് റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അയച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് അതാ വന്നിട്ട് സഹായം തേടുന്നു, ശഫാഅത്ത് ചെയ്യണം നബിയേ. അപ്പോഴാണ് അവിടുത്തെ മറുപടി, അനലഹാ, ഞാൻ അതിനുള്ളവൻ തന്നെ. അല്ലാഹുവിന്റെ റസൂലിനോട് എല്ലാവരും സഹായം തേടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു പോയി. ഇർഫഇ റസക യാ മുഹമ്മദ്, തല ഉയർത്ത് നബിയെ. സൽതു തവസ്ഫതു ശഫൈ, തങ്ങൾ ചോദിച്ചോ തരാം നബിയേ. ദുനിയാവിൽ വെച്ച് മുഅ്മിനീകൾ നബിയോട് തേടുന്നത് പോലെ ആഖിറത്തിലും തേടുമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ശുപാർശ പറയുന്നു. അപ്പോഴാണ് വിചാരണയ്ക്ക് വിളിക്കുന്നത്. പിന്നെയും റസൂലുള്ള ഒരുപാട് സഹായങ്ങൾ ലോകത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകളെ നരകത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീകളും ഒക്കെ ശഫാഅത്ത് ചെയ്യുന്നു. അങ്ങനെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശഫാഅത്ത് അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹ്ശറയിൽ വെച്ചും അത് നടക്കുന്നത് തന്നെ, ഖബറിൽ വെച്ചും നടക്കുന്നത് തന്നെ, അവരെ സഹായം നടക്കുന്നത് തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോമ്പോടുകൂടി അതാ ഭാര്യനെ ചുംബിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ അതാ ഉറക്കിൽ വിവരം കൊടുക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബേ, നിങ്ങളെന്തേ നോമ്പുന്നോറ്റ് ഭാര്യയെ ചുംബിച്ചത്? പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു. ഖബറിൽ കിടന്നിട്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇബ്നു തൈമിയ തന്നെ രേഖപ്പെടുത്തിയില്ലേ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കുടുങ്ങി കലാപമാണ്, സമയമറിയുന്നില്ല നിസ്കാരത്തിന്റെ. ഖബറിന്ന് ബാങ്ക് കേട്ടിട്ട് നിസ്കരിച്ചു ഇബ്നു തൈമിയ എഴുതിയിട്ടില്ലേ? ഓ മുജാഹിദുകളെ, നിങ്ങളെ മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രം, അതിൽ നിങ്ങളെ നേതാവായ ഇബ്നുൽ ഖയ്യിമിനെ പറഞ്ഞില്ലേ? ആ ഇബ്നുൽ ഖയ്യിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ സഹായിച്ചത് രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇബ്നു കസീർ ധാരാളം രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഇകഴ്ത്തുന്ന ഈ ഏർപ്പാട്, റസൂലുള്ളാഹിനെ വിളിച്ച് തേടിക്കൂടാന്ന് പറയുന്ന ഈ ഏർപ്പാട്, അത് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞത് ദുററുൽ കാമിലയിൽ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ തവസ്സുലാക്കുകയും ഇസ്തിഗാസ ചെയ്യുകയും ചെയ്യുന്ന ലോക മുസ്ലിങ്ങളെ നടപടി, അത് അമ്പിയാക്കളുടെയും സാലിഹീകളുടെയും സഹാബത്തിന്റെയും ഇമാമികളുടെയും നടപടിയാണ്. അതെന്നും മുറുകെ പിടിച്ച് അതിൽ തന്നെ ജീവിച്ചങ്ങ് മരിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ